മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമോ? ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തിന് DGP-യായി പ്രൊമോഷൻ വാങ്ങിക്കൊടുക്കാൻ VD സതീശൻ സർക്കാർ ശ്രമിക്കുകയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പലവട്ടം കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചതാണ്. രക്ഷാപ്രവർത്തന ദൗത്യം, അതായത് ആളുകളുടെ തലതല്ലിപ്പൊളിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനായിട്ട് കൃത്യമായ ഇടപെടൽ നടത്തി കേസ് ഡയറി അട്ടിമറിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് MR അജിത് കുമാർ എന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നത്, ഇപ്പോഴും ഉയരുന്നത്. DGP വീണ്ടും, സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായി ഇടപെടൽ ഇതിനകത്ത് ഉണ്ട് എന്ന് അന്നേ സംശയിച്ചതാണ്. പക്ഷേ കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സമയം നീട്ടി നൽകാതെ DGP കേസ് അട്ടിമറിയിൽ SIT റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്നുള്ള വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചു എന്ന പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി. DGP നേരിട്ട് ആഭ്യന്തര സെക്രട്ടറിക്കാണ് ഈ സമഗ്രമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അജിത് കുമാറിന്റെ വിശദീകരണം, ഈ കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്ന സമയത്ത് താൻ ഇവിടെ ഇല്ലായിരുന്നു, വയനാട്ടിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വിഷയം ക്രമസമാധാന ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടായതിനാൽ കേസിൽ തുടർ നടപടികൾ ഒട്ടും വൈകിക്കാതെ വേഗത്തിലാക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് നിർദ്ദേശം നൽകി എന്നും അറിയാൻ സാധിക്കുന്നു. അതേസമയം സംഭവത്തിൽ തന്റെ ഭാഗം വ്യക്തമാക്കാനും കൂടുതൽ വിവരങ്ങൾ നൽകാനും കൂടുതൽ സമയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് MR അജിത് കുമാർ നൽകിയ അപേക്ഷ സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ തള്ളിയിട്ടുണ്ട്. കേസിന്റെ ഗൗരവവും സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും മുൻനിർത്തിയാണ് DGP സമയം നീട്ടി നൽകാതിരുന്നത്. തനിക്ക് വിഷയത്തിൽ വിശദമായി കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച ഈ കേസ്, ഇത് വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. റിപ്പോർട്ട് തിരുത്താൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥരെ അജിത് കുമാർ ഭീഷണിപ്പെടുത്തി ഈ റിപ്പോർട്ട് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട്. ഗൺമാൻമാരെ സംരക്ഷിക്കുന്ന വിധത്തിൽ റഫർ റിപ്പോർട്ട് തയ്യാറാക്കിച്ചു എന്ന് ഡിജിറ്റൽ തെളിവുകൾ സഹിതം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കുരുക്ക് മുറുകുകയാണ് MR അജിത് കുമാറിന്. നമ്മൾ ചിന്തിച്ചതുപോലെ ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സമയബന്ധിതമായി ഈ അന്വേഷണം മുമ്പോട്ട് പോവുക തന്നെയാണ്. കൃത്യമായി പ്രഥമ ദൃഷ്ട്യാ തന്നെ MR അജിത് കുമാർ ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ട കേസ് ഡയറി അടക്കം കേസിന്റെ തെളിവുകൾ സഹിതം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഈ SIT സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം പ്രത്യേക ട്രൈബ്യൂണലിന്റെയും അതുപോലെയുള്ള നിയമപരമായ സംവിധാനങ്ങളുടെയും ഒക്കെ അനുവാദത്തോടു കൂടി ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം, ക്രിമിനൽ ഒഫൻസ് കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കും എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്.